ഇന്നൊരു അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ കളക്ഷനാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ്. ജോർജറ്റ് ആണ് വരുന്നത്. ഡബിൾ ഷെയ്ഡിൽ ഇതേപോലെ കോളർ പാറ്റേൺ ഒക്കെ കൊടുത്ത്, കോളർ ഇതേപോലെ ആ സ്കേർട്ടിന്റെ സെയിം മെറ്റീരിയൽ കൊടുത്ത് കോളർ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ടോപ്പിന് വന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഇത് ഓപ്പണബിൾ അല്ല, ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന നല്ല ലെങ്ത് ആയിട്ടുള്ള, ഇത് നമുക്ക് വയറ് കാണിച്ചിട്ടാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനിപ്പം ആ ഒരു എനിക്കതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടേക്കാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന കളക്ഷനാണ്. ഈ ഒരു സ്കേർട്ട് വന്നിട്ട് ഓണിയൻ ഷെയ്ഡിനെക്കാട്ടി കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ടോപ്പ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ഇതേപോലെ കോളറൊക്കെ കൊടുത്ത് വന്നപ്പോൾ നല്ല സ്റ്റൈലിഷ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ്. കോളേജ് വിയർ ആയിട്ടും അത്യാവശ്യം ഫംഗ്ഷൻ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസ് വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ്. ടോപ്പ് വന്നിട്ട് ഇതേപോലെയാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. കോളർ ഇതേപോലെ സ്കേർട്ടിന്റെ ആ ഒരു മെറ്റീരിയൽ കൊടുത്താണ് കോളർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്കേർട്ട് കണ്ടോ, നല്ല അത്യാവശ്യം നല്ല, ഇത് ഞാൻ കാണിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഈ വേസ്റ്റ് പോർഷൻ വന്നിട്ട് ഇലാസ്റ്റിക് ആണ്. ബാക്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഓർഗൻസ് മെറ്റീരിയൽ ആണ് സ്കേർട്ട് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ ലൈനിങ്, ഈ ഒരു സ്കേർട്ടും വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ്. പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് കുറച്ച് ഭയങ്കര ഉച്ച ടൈമിലാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുത്തത്. മഴയും വെയിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കളറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായി, ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റാതായി. അപ്പോൾ അകത്ത് നിന്ന് ഞാൻ റീൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള വീഡിയോ ആയിരിക്കും. ആ കളർ അല്ല, ഈ ഒരു കളർ ഷെയ്ഡാണ് കറക്റ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. നോക്കിക്കേ, ഈ നല്ല വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഓർഗൻസ മെറ്റീരിയൽ ആണ് സ്കേർട്ട് വന്നിരിക്കുന്നത്. ഉള്ളില് നല്ല ക്രേപ്പിന്റെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഒരു കളക്ഷനാണ്. ഇത് വയർ കാണിച്ച് വേണേലും യൂസ് ചെയ്യാം, വയർ കാണിക്കാതെ യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇത് ഹൈഡ് ചെയ്ത് ടക്കിൻ ചെയ്ത് കൊടുത്തേക്കാണ്. എനിക്ക് വയർ കാണുന്നതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ടക്കിൻ ചെയ്ത് യൂസ് ചെയ്തേക്കാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ടോപ്പ് വന്നിട്ട് ഇതേപോലെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പണബിൾ അല്ല, ക്ലോസ്ഡ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ സെന്ററിലായിട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഫീഡിങ് മദേഴ്സിനാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹെം പോർഷൻ വന്നിട്ട് ഇതേപോലൊരു ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വെഴുതി മാറി പോകത്തില്ല. ഈ ഒരു കോളർ വന്നിട്ട് വൈറ്റില് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവിലാണ് വരുന്നത്. സ്ലീവിന്റെ ഹെം പോർഷനിൽ ഇതേപോലൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്കേർട്ട് വന്നിട്ട് ഇതേപോലെയാണ് വരുന്നത്. പ്യുവർ വൈറ്റ് ഷെയ്ഡ് ആണ്. ബാക്ക് സൈഡിൽ ഇതേപോലെ വേസ്റ്റിന് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഓർഗൻസ പോലെ, സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ പോലെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. അതിൽ നല്ല നോക്കിക്കാൻ നല്ല ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടാണ്, വൈറ്റ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ അറിയാലോ അതിന്റെ ക്വാളിറ്റി എന്തുമാത്രമാണെന്ന്. ക്രേപ്പ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. പുറത്ത് വെച്ചെടുക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് അകത്ത് വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ടോപ്പിന്റെ M2 XXL സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ എടുക്കുക. താങ്ക്